എന്നുള്ളത് ഒരു ഭയങ്കരമായിട്ടുള്ള ക്വാളിറ്റിയാണ്. സോ എൻ്റെ ഓഡിയൻസിനോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാൻ കണ്ടന്റ് ഇട്ടിട്ടില്ലെങ്കിലും എൻ്റെ ആൾക്കാർ ഒരിക്കലും പോകും ഇനി മുതലില്ല നമുക്ക് വേറെ ആൾക്കാരെ പിന്നെ സ്വാഗതം. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ മെസ്സേജുകൾ കൊണ്ട് എനിക്ക് നടക്കാൻ വയ്യ. ആൾക്കാരെ ചോദ്യം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ എൻ്റെ പെരൻ്റെ പുറത്തേക്ക് ഇറങ്ങിയ ആൾക്കാർ പെരൻ്റെ പുറത്തുനിന്ന് ചോദിക്കുക വ്ളോഗ് ഇട്, ഞങ്ങളിപ്പോൾ വരാൻ കാത്തിക്കണം, വ്ളോഗ് ഇട്. വണ്ടി കൊണ്ടുപോയ വണ്ടി ചേസ് ചെയ്ത് പിടിച്ചിട്ട് നിർത്തിയിട്ട് ചോദിക്കുക വ്ളോഗ് എവിടെ, വ്ളോഗ്. കുറച്ച് ദിവസമായിട്ട് വ്ളോഗ് ഇല്ലേ. അതിന് റീസൺ ഉണ്ട്, ഞാൻ മടി പിടിച്ചിട്ട് എടുക്കാതൊക്കെ. ഇവിടെ ഹാപ്പനിങ് അല്ലായിട്ട് ഒന്നുമല്ല. നമുക്ക് ഞാൻ പറഞ്ഞു, ഞാൻ 20-ാം തീയതി വീട്ടിൽ നിന്ന് ഇറങ്ങി, 21, 22 ഞാൻ ലിസ്റ്റിങ് കിട്ടുന്നുണ്ട്, 23, 26, 28, 29, 30, 31 പറഞ്ഞിട്ട്. അപ്പം ഇന്നിപ്പോൾ എനിക്കൊരു ഗ്യാപ്പ് കിട്ടി. എങ്ങനെയാ വെച്ചാൽ ഇന്ന് എനിക്ക് സെൻറ്റ് ജോസഫോ തോമസോ കോളേജിൽ പരിപാടി, അവിടെ റെഡ് അലേർട്ട് കൊടുത്തുകൊണ്ട് എനിക്ക് എന്ത് ചെയ്തു, എനിക്കിന്നൊരു ലീവ് കിട്ടി. അപ്പോൾ പക്ഷേ ഇന്ന് രാത്രി തന്നെ 9:30 ട്രെയിൻ, ഇപ്പോൾ 7:30 മണിയായി, 9:30 ട്രെയിനിൽ എനിക്ക് എന്ത് ചെയ്യണം, ക്ലോക്കൊക്കെ പോയി. എനിക്ക് 9:30 ട്രെയിനിൽ നിന്ന് പോകണം, കൊച്ചി പോകണം. എനിക്ക് നാളെ പരിപാടി കൊച്ചിയിലാണ്. അപ്പം അത് കഴിഞ്ഞ് വേറെയും പരിപാടികളുണ്ട്. പിന്നെ ചിലപ്പോൾ ഒരു പുറത്തൊരു പോക്കുണ്ടാവും എന്തായാലും 2 ദിവസം കഴിഞ്ഞാൽ. അത് 2 ദിവസത്തിനുള്ളിൽ തന്നെ വരും. അപ്പോൾ ഇതെല്ലാം കൂടി വന്നുകൊണ്ടാണ് എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റാത്തത്. വേറെ എനിക്ക് നിങ്ങളോട് ഒരു സങ്കടം ഒന്നുമില്ല. കാരണം എനിക്കറിയാം നിങ്ങളെല്ലാവരും നിങ്ങളെ സ്ട്രെസ് ബസ്റ്ററാണ് ഈ വ്ളോഗ്, നിങ്ങളെപ്പോഴും കണ്ടിരിക്കണതാണ്, വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് നിങ്ങൾ ഓരോരുത്തരും എന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം. സോ എനിക്ക് നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ, ഒരുപാട് സ്നേഹം, ഒരുപാട് താങ്ക്സ്. കാരണം നിങ്ങൾ ലൈക്ക് എൻ്റെ വ്ളോഗ് ഇല്ലാത്ത ടൈമിൽ വേറൊരാളെ തേടി പോയിട്ടില്ല. അതാണ് ലോയൽറ്റീൻ്റെ ഏറ്റവും പീക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ. നമുക്ക് ഒരാൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും പ്രൊവൈഡ് ചെയ്യണില്ലെങ്കിലും ആ ഒരാളപ്പോൾ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക എന്നുള്ളത് ഒരു ഭയങ്കരമായിട്ടുള്ള ക്വാളിറ്റിയാണ്. സോ എൻ്റെ ഓഡിയൻസിനോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാൻ കണ്ടന്റ് ഇട്ടിട്ടില്ലെങ്കിലും എൻ്റെ ആൾക്കാർ ഒരിക്കലും പോകും ഇനി മുതലില്ല നമുക്ക് വേറെ ആൾക്കാരെ പിന്നാലെ പോകാൻ തന്നെ പോയിട്ടില്ല. എല്ലാവരും എൻ്റെ തന്നെയാണ് വെയിറ്റ് ചെയ്തിരിക്കണമെന്ന് എനിക്ക്